സംസ്ഥാനത്ത് വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന 49 ലക്ഷത്തോളം വരുന്ന സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം മാത്രം ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ 7 ലക്ഷത്തോളം വരുന്ന സർക്കാർ സഹായത്തോടുകൂടി വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. നിലവിൽ ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് കൈകളിലേക്കും സജീവമായിരിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കുന്നത്. വിവിധ മേഖലകളിലായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, സാമ്പത്തിക വർഷാവസാനത്തെ ചിലവുകൾ മറികടക്കുക എന്നീ ലക്ഷ്യത്തോടുകൂടി സംസ്ഥാനം വീണ്ടും കൂടുതൽ വായ്പ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകി. പെൻഷൻ കുടിശ്ശിക തീർക്കൽ, ക്ഷാമബത്ത കുടിശ്ശിക വിതരണം ചെയ്യുക, നിർമ്മാണ തൊഴിലാളി മേഖലയിലെ കുടിശ്ശിക വിതരണം, മാർച്ച് മാസത്തിലെ പദ്ധതി ചിലവുകൾ മറികടക്കൽ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വീണ്ടും വായ്പാ അനുമതി തേടിയിരിക്കുന്നത്. സംസ്ഥാനത്ത് നിലവിൽ 3 മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി കുടിശ്ശികയായിട്ടുണ്ട്. തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതോടൊപ്പം കുടിശ്ശിക വിതരണവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്നു എന്നുള്ള ധനമന്ത്രിയുടെ അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. കൃത്യമായ സമയത്തിനുള്ളിൽ രേഖകൾ സമർപ്പിച്ചവർക്കും സോഷ്യൽ ഓഡിറ്റിങ്ങിൽ നിന്നും പുറത്താക്കപ്പെടാതെ ലിസ്റ്റിൽ നിലനിൽക്കുന്നതുമായ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഇനിയുള്ള പെൻഷൻ തുകക്കും കുടിശ്ശികക്കും അർഹതയുള്ളത്. കുടിശ്ശികയായിരിക്കുന്ന 3 ഗഡു പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഫെബ്രുവരി പെൻഷൻ വിതരണം മാർച്ച് 6 പൂർത്തീകരിക്കാനാണ് ഉത്തരവ്. വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. ഇതോടൊപ്പം തന്നെ സാമ്പത്തിക വർഷം മുതൽ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യുമ്പോൾ സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായി പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിലും തുടർന്നുള്ള പെൻഷനിലും അർഹത ഉണ്ടായിരിക്കുകയില്ല. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമായിരിക്കും തുക വിതരണം. സാമൂഹിക ക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരുടെ വിശദ വിവരങ്ങളടങ്ങിയ പട്ടിക പുറത്തുവന്നു. പേരും തസ്തികയും വകുപ്പും അടങ്ങിയ 1457 പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. വകുപ്പ് തിരിച്ചുള്ള പേരുവിവര പട്ടിക പ്രകാരം ഭൂരിഭാഗവും പാർട്ട് ടൈം ജീവനക്കാരാണ്. കൈപ്പറ്റിയ പെൻഷൻ തുക ഇവരിൽ നിന്നും തിരിച്ചു പിടിക്കുന്നത് 18% എന്ന പലിശ നിരക്കിലായിരിക്കും. സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ പട്ടികയിൽ ഇടം പിടിക്കണമെങ്കിൽ രേഖകളിൽ കൃത്രിമം കാണിക്കണം. ഇതിനായി സർവീസിൽ ഇല്ലെന്നും ആദായ നികുതി നൽകുന്നില്ലെന്നും ഉൾപ്പെടുന്ന സത്യപ്രസ്താവന നൽകിയാലേ പെൻഷന് അർഹത ലഭിക്കൂ. ഇത്രയേറെ കടുത്ത വ്യവസ്ഥകൾ ഇതിന് പിന്നിൽ ഉണ്ടായിട്ടും തിരിമറി നടന്നതിൻ്റെ തെളിവായാണ് ഇപ്പോൾ അനർഹരുടെ പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. പട്ടിക പരിശോധിക്കേണ്ട ചുമതലയുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പങ്കും ഇതിൽ വ്യക്തമാണ്. അതേസമയം സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അടക്കമുള്ളവർ സാമൂഹിക സുരക്ഷാ പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് 2023 റിപ്പോർട്ടിൽ CAG തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും ഇത്രനാൾ നടപടി എടുക്കാത്തതെന്തെന്ന ചോദ്യവും ധനവകുപ്പിന് നേരെ ഉയർന്നിട്ടുണ്ട്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.